ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണേ ദേവസ്ഥാനം. നമസ്കാരം. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മുടെ പഴയ കാലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സയൻസാണ് വാസ്തു. ഇതിൽ വിശ്വാസത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയൊക്കെ എലിമെൻറ്റ് കയറി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിനകത്ത് ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോഡേൺ കോണ്ടെക്സ്റ്റിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ, അപ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രം എഴുതപ്പെട്ട, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാചീന വാസ്തുശാസ്ത്രം എഴുതപ്പെട്ട കാലത്ത് വാസ്തുശാസ്ത്രത്തിൽ ഇപ്പം ജനലുകൾ വാതിലുകളെല്ലാം പൊസിഷൻ ചെയ്യുന്നത് നാച്ചുറൽ ലൈറ്റും നാച്ചുറൽ വെന്റിലേഷനും യഥേഷ്ടം വീട്ടിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു മോഡേൺ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എയർ കണ്ടീഷൻ, ലൈറ്റിംഗ്, ഇതെല്ലാം ട്രെൻഡെല്ലാം മാറി മാറി വരുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ശാസ്ത്രത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് നടന്ന സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ മോഡേൺ വാസ്തു എന്നൊരു കാര്യം തന്നെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ മോഡേൺ വാസ്തു എന്ന് പറയുന്നത് ഇപ്പം മഹാവാസ്തു എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ എക്സ്പെരിമെൻ്റലായിട്ട് ആണ് ഇതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിൻ്റെ പിറകിൽ നിന്നാണ് ഇത്തരം കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരം ചില കോൺസെപ്റ്റുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രധാനമായിട്ടും നമ്മൾ വീട്ടിൻ്റെ എപ്പോഴും നമ്മൾ വാസ്തുവിൽ പറയും വടക്ക് ഭാഗം താഴ്ന്നിരിക്കണമെന്നും തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയിരിക്കണമെന്നും കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കണമെന്നും ഒരു ബേസിക് റൂള് അടിസ്ഥാനപരമായിട്ട് വാസ്തുവിലുണ്ട്. ഇത് തന്നെ ആയിരിക്കണം നമ്മളിപ്പോൾ മോഡേൺ വീടുകൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെ എലിവേഷനിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും നമ്മളുടെ അപ്സ് സൗത്ത് ഡയറക്ഷനിലും വെസ്റ്റ് ഡയറക്ഷനിലും വരുന്ന രീതിയിൽ സജ്ജീകരിക്കുക. ലോ ലെവൽ ഏരിയാസ് എപ്പോഴും നോർത്തിലേക്കും ഈസ്റ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തു പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സ്റ്റെയർ കേസ് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ നോർത്തിലോ ഈസ്റ്റിലോ വരാത്ത രീതിയിൽ സൗത്തിലോ വെസ്റ്റിലോ സൗത്ത് വെസ്റ്റിലോ വരുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. പിന്നെ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ജലപ്രദക്ഷിണം എന്ന് പറയും. വെള്ളം ഒഴുകുന്ന ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന വീട്ടിന് പുറത്താകുമ്പോഴത്തേക്കും വെള്ളം വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ടോയ്ലറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പണ്ട് വാസ്തുവിൽ അവലംബിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കിഴക്ക് ഭാഗത്ത് ബാത്റൂം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ വീടിനുള്ളിലേക്ക് ബാത്റൂം കടന്നു വരുമ്പോൾ ഇതിനകത്ത് വാട്ടർ ലൈനും സീവർ ലൈനും നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാട്ടർ ലൈൻ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വെള്ളം ഫ്ലോ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി ഒരു കാരണവശാലും സൗത്തിലേക്കും വെസ്റ്റിലേക്കും വെള്ളം പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ മോഡേൺ ഹൗസസിൽ ഇപ്പോൾ ഏറ്റവും ആകർഷകമായി തോന്നുന്ന കർട്ടൻസ് എന്ന് പറയുന്ന കാര്യം, ഇതിൽ വാസ്തു ഉണ്ടോ എന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിന് റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസ്തു പ്രിൻസിപ്പിൾസിനെ മോഡേൺ ആർക്കിടെക്ചറുമായി അലൈൻ ചെയ്ത് ചിന്തിക്കുമ്പോൾ സൗത്ത് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും വരുന്ന കർട്ടനുകൾ വളരെ കട്ടിയുള്ളതും നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും വരുന്ന കർട്ടനുകൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കർട്ടൻ വിടണം. കാരണം നോർത്തിലും ഈസ്റ്റിലുമാണ് നമ്മൾ ലൈറ്റ് കൂടുതലും വീട്ടിലേക്ക് പാസ് ചെയ്യേണ്ടത്. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കർട്ടനെ നമുക്ക് ചിന്തിക്കാം. ഇതുപോലെ തന്നെ കണ്ണാടി എങ്ങനെ വയ്ക്കണം, എവിടെ വയ്ക്കണം, ഇന്ന ചെവിരിൽ വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അതിനെ ഫേസ് ചെയ്യുന്ന അതിനെ റിഫ്ലക്റ്റ് ചെയ്യും, അതായത് ഒരു എനർജി നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് ഡബിൾ ആക്കുന്നു എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും കണ്ണാടി വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് എനർജി ഡബിൾ ചെയ്ത് വീട്ടിലേക്ക് വരും. വാട്ടർ ടാങ്ക് വയ്ക്കേണ്ട പൊസിഷൻ എപ്പോഴും സൗത്തിലോ വെസ്റ്റിലോ, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മുകളിലെ നിലയിൽ ഓവർ ഹെഡ് ടാങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. സൗത്ത് വെസ്റ്റ് റൂമിൻ്റെ മുകളിലേക്ക് ടാങ്ക് വയ്ക്കണമെന്ന് പറയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബെഡ് ഇടുന്ന പൊസിഷൻ്റെ നേരെ മുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കാതിരിക്കുക. കാര്യം ബെഡിൻ്റെ പൊസിഷൻ നേരെ വാട്ടർ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു എനർജിയുടെ ഭാഗം നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനും നമുക്ക് ഹെൽത്ത് കണ്ടീഷൻസ് മോശമാവാനും സാധ്യത ഉള്ളതുകൊണ്ട് കന്നിമൂല മുറിയിൽ തന്നെ മുകളിൽ വയ്ക്കുക. പക്ഷേ ഈ ബെഡിൻ്റെ പൊസിഷന് കറക്റ്റ് മുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റോർ മുറികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വാസ്തുശാസ്ത്രം പറയുന്നത് വായവ്യം ഭണ്ഡാരസ്ഥാനം എന്നാണ്. അപ്പോൾ അത് വായുകോണിലാണ്, അത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മൾ സ്റ്റോർ മുറികൾ കൊടുക്കേണ്ടത്. നമ്മൾ നോർത്ത് ഭാഗത്ത് മാത്രമായിട്ടൊരു സ്റ്റോർ മുറി, നോർത്ത് വെസ്റ്റിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്, നോർത്ത് ഭാഗത്ത് മാത്രമായിട്ടൊരു സ്റ്റോർ മുറി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
ഇൻകം ബ്ലോക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോർത്ത് ഭാഗം എപ്പോഴും ഫ്രീ ആയിട്ടും ഓപ്പൺ ആയിരിക്കേണ്ട സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് നോർത്ത് ഭാഗത്ത് മാത്രമായിട്ട് സ്റ്റോർ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോർത്ത് വെസ്റ്റാണ് സ്റ്റോറിൻ്റെ സ്ഥാനം. ഇനി സൗത്ത് വെസ്റ്റിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് വളരെ വെയിറ്റ് ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സൗത്ത് വെസ്റ്റ് കാരണം കന്നിമൂല മാസ്റ്റർ ബെഡ്റൂമായി ഇപ്പോൾ സ്വീകരിക്കുന്നത് കൊണ്ട് അതില്ല എന്ന് പറയാം. പക്ഷേ സൗത്ത് വെസ്റ്റ് ഭാഗത്തും നമുക്ക് സ്റ്റോർ മുറി ഹെവി ആയിട്ടുള്ള ഓബ്ജക്ട്സുകൾ സൂക്ഷിക്കുന്ന മുറിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഡോർസും വിൻഡോസും കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നോർത്ത് ഭാഗത്ത് ഉള്ള വിൻഡോയുടെ എണ്ണം സൗത്ത് ഭാഗത്തുള്ള വിൻഡോയുടെ എണ്ണത്തിനേക്കാളും കൂടുതലായിരിക്കണം. പ്രിഫറബിളി ഡബിൾ വന്നു കഴിഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതിയിലേക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ വെസ്റ്റ് ഭാഗത്തുള്ള വിൻഡോയുടെ എണ്ണത്തിനേക്കാളും ഈസ്റ്റ് ഭാഗത്തുള്ള വിൻഡോയുടെ എണ്ണം കൂടണം. ഈ പ്രിൻസിപ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോർത്തിലും ഈസ്റ്റിലും മാക്സിമം നമ്പർ ഓഫ് ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വിൻഡോയുടെ എണ്ണം കൊടുത്ത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും വിൻഡോ കൊടുത്താൽ മാത്രം മതിയോ, അത് തുറന്നിടേണ്ടേന്ന് ചോദിക്കും. ഡെഫിനറ്റ്ലി തുറന്നിട്ടാൽ മാത്രമേ നമുക്ക് എഫക്റ്റുകൾ കിട്ടുകയുള്ളൂ. പക്ഷേ ലൈറ്റ് എന്ന കാര്യം പാസ് ചെയ്യുന്നതും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വാസ്തുവിന് കിട്ടും. നമുക്ക് എപ്പോഴും എല്ലാം തുറന്നിടണമെന്നല്ല, കഴിയുന്നത്ര വീട്ടിലെ വാതിലുകളും ജനലുകളും തുറന്നിട്ടാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉള്ളൂ. ശ്രദ്ധിക്കണം, സൗത്ത് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും സൗത്ത് വെസ്റ്റ് ഭാഗത്തുമുള്ള വിൻഡോയും ഡോറുകളും കഴിയുന്നതും തുറക്കാതിരിക്കുക. വളരെ മിനിമമായി ആവശ്യത്തിന് മാത്രം തുറക്കുന്ന രീതിയിൽ സജ്ജീകരിക്കണം. വാസ്തുശാസ്ത്രത്തിലെ വിൻഡോയുടെയും ഡോറിൻ്റെയും സൈസുകളെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അത് കൃത്യമായി ഇന്ന കണക്കിൽ തന്നെ വച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ല ഇപ്പോൾ. പണ്ടത്തെ പോലത്തെ എല്ലാ ചൂട്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഓപ്പണിങ്സ് എല്ലാം അത്യാവശ്യം വലുത് തന്നെ കൊടുക്കേണ്ടി വരും. കാര്യം എയർ ഫ്ലോ, ഫ്രീ ആയിട്ടുള്ള എയർ ഫ്ലോ അകത്തേക്ക് വരണം, നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യണം. വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണ വാസ്തു സ്പെസിഫൈ ചെയ്യുന്നത് എപ്പോഴും റേഷ്യോയാണ്. ഈ റേഷ്യോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റിന് വേണ്ടി കൊടുക്കും. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ നമുക്ക് വ്യത്യാസം വരുത്താറുണ്ട്. ഇപ്പോൾ പഴയതുപോലെ നമ്മളൊരു പൊക്കം കുറഞ്ഞ വീടുകളോ ഒന്നുമല്ല, നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ഹൈറ്റുള്ള ഡബിൾ ഹൈറ്റിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ഈ ഡോറിൻ്റെയും വിൻഡോയുടെയും സൈസുകൾ നമ്മൾ നിശ്ചയിക്കണം. അതിന് അടിസ്ഥാനപരമായിട്ട് വാസ്തുവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ ഈ വാസ്തുവിൽ അളവ് ഇട്ട് കൊടുത്ത് ആ അളവിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂന്ന് യാതൊരു നിർബന്ധവുമില്ല. കന്നിമൂലയിൽ ബാത്റൂമോ ടോയ്ലറ്റ് ആവാമോ എന്നുള്ള ചോദ്യം സ്ഥിരം എപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കന്നിമൂലയിൽ ബാത്റൂം ആവുമോ? നമ്മൾ കന്നിമൂലയിൽ ബാത്റൂം കൊടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവും വാസ്തുശാസ്ത്രത്തിൽ ആധികാരികമായിട്ട് പറയുന്നില്ല. പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നുണ്ട് കന്നിമൂല ഭാഗത്ത് ജലം സാന്നിധ്യം അധികം വരാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ടും കുഴിക്കാതിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ബാത്റൂം ഒഴിവാക്കുന്നത്. ഇനി കന്നിമൂല ഭാഗത്ത് ബാത്റൂം ഉണ്ടായിപ്പോയാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം അതാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഒരു തരത്തിലുള്ള ഉപദ്രവം നിങ്ങൾ ചെയ്യുന്നതല്ല. അത്തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ ഒഴിവാക്കണം. കന്നിമൂല എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം സൂതിക ഗ്രഹത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള സ്ഥാനമാണ്. സൂതിക ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാചീന കാലത്ത്, ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, എല്ലാം ഹോസ്പിറ്റലിലേക്കൊക്കെ മാറി, അതിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. അത് എന്തുകൊണ്ട് കന്നിമൂല നമ്മൾ മാസ്റ്റർ ബെഡ്റൂമാക്കി മാറ്റി എന്നതിന് ഉത്തരം റിലേഷൻഷിപ്പിൻ്റെ സെൻറ്ററാണ് കന്നിമൂല എന്ന് പറയുന്നത്. കന്നിമൂല റിലേഷൻഷിപ്പ് സെൻറ്ററാണ്, സ്കില്ലിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല്, നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ എഴുത്തുകാരൻ്റെ പേന, ഒരു ക്യാമറമാൻ ആണെങ്കിൽ ക്യാമറമാൻ്റെ ക്യാമറ, ഇതെല്ലാം നമ്മൾ കന്നിമൂല ഭാഗത്ത് സൂക്ഷിക്കാമെങ്കിൽ നമ്മുടെ സ്കില്ല് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കന്നിമൂല എപ്പോഴും സ്കിൽ സെൻറ്ററാണ്, റിലേഷൻഷിപ്പ് സെൻറ്ററാണ്, അതുപോലെ തന്നെ ഇമോഷണൽ സെൻറ്ററാണ്. ഈ ഇമോഷണൽ സെൻറ്റർ എല്ലാം ആയതുകൊണ്ടാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വയ്ക്കണമെന്നും വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ആ ബെഡ്റൂം ഉപയോഗിക്കണമെന്നും പറയുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ ബെഡ്റൂം ഉണ്ടാവും, പക്ഷേ ഗൃഹനാഥയും കഴിയുന്നത് മറ്റൊരു ബെഡ്റൂം ആയിരിക്കും. ചിലപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഒരു ബെഡ്റൂം കെട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സൗത്ത് ഈസ്റ്റിലായി പോയെന്നിരിക്കാം. അപ്പോൾ അത് വളരെ ദോഷകരമായ കാര്യമാണ്. നമ്മൾ കന്നിമൂലയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം കെട്ടിയാൽ ഗൃഹനാഥയുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എപ്പോഴും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂമാണ് കുട്ടികൾക്ക് നല്ലത്. പിന്നെ സൗത്ത് ഈസ്റ്റിലെ ബെഡ്റൂം എന്ന് പറയുന്നത് ടെൻഷൻ ഒരുപാട് വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. സൗത്ത് ഈസ്റ്റിലെ ബെഡ്റൂം നമുക്ക് ഗസ്റ്റ് ബെഡ്റൂം പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായി ഒരാൾ അവിടെ കിടക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം വളരെ പരിപാവനമായ ബെഡ്റൂമാണ്, പക്ഷേ അവിടെ ഒരു കമിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കപ്പിൾസ് കഴിയാൻ അനുയോജ്യമല്ല. നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം എപ്പോഴും വയസ്സായ ആളുകൾക്ക്, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം ആളുള്ള ആളുകൾക്ക് വളരെ ഗുണപ്രദമായി കാണുന്ന ഒരു ബെഡ്റൂമാണ് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം.
ഫർണിച്ചർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫർണിച്ചർ നമ്മൾ ഒരിക്കലും വീടിൻ്റെ ബ്രഹ്മസ്ഥാനം അല്ലെങ്കിൽ വീടിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് സെൻട്രൽ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാൻ എടുത്തിട്ട് പ്ലാനിൽ ഡയഗണൽസ് വരച്ച് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പൊസിഷൻ, അതാണ് അതിൻ്റെ സെൻട്രൽ അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനത്ത് ഫർണിച്ചർ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സും നമ്മൾ ചെയ്യാൻ പാടില്ല. കാര്യം പണ്ട് നമ്മൾ നാലുകെട്ട് പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കോർട്ട്യാർഡാണ് സെൻട്രൽ ബ്രഹ്മസ്ഥാനത്ത് കൊടുക്കുന്നത്. കോർട്ട്യാർഡ് താത്തിടുന്നതൊക്കെ ഇതുകൊണ്ടാണ്. കോർട്ട്യാർഡ് ഒരു കാരണവശാലും നമുക്ക് ഈ സെൻട്രൽ പൊസിഷനിൽ വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല. കാര്യം വാസ്തു പുരുഷൻ്റെ ഹൃദയം ഇരിക്കുന്ന ഏരിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കൂടുതൽ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്നവർക്ക് സ്ട്രെസ് ഉണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആത്മാവിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മൾ അതിനൊരു എനർജി കോൺസെപ്റ്റിനെ എടുക്കേണ്ടത്. അല്ലാതെ പലതരത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു എനർജി ഫീൽഡാണ്. ഈ എനർജി ഫീൽഡിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളൊരു കാരണവശാലും ഫർണിച്ചർ നമ്മൾ വയ്ക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൗത്ത് ഭാഗത്തേക്കും വെസ്റ്റ് ഭാഗത്തേക്കും മാക്സിമം ഫർണിച്ചറുകൾ നീക്കിയിടുകയും നോർത്ത് ഭാഗവും ഈസ്റ്റ് ഭാഗവും കഴിയുന്നത്ര ഫ്രീ ആയിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അലൈൻ ചെയ്യുക. ഓരോ മുറികൾ എടുക്കുമ്പോഴും ആ മുറിയുടെ സൗത്ത് ഭാഗത്തോട്ടോ സൗത്ത് വെസ്റ്റ് ഭാഗത്തോട്ടോ ഫർണിച്ചർ നീക്കിയിടുക, ബാക്കിയുള്ള ഭാഗം ഫ്രീ ആയിട്ട് ഇടുന്ന രീതിയിൽ. അത്തരത്തിലൊരു ഫർണിച്ചർ പ്ലാനിങ് നമുക്ക് മോഡേൺ വാസ്തുവിലേക്ക്, വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീട്ടിനുള്ളിൽ ഫോട്ടോകൾ തൂക്കാമോ, പെയിൻറ്റിങ്ങുകൾ തൂക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നത്. ഏത് തരത്തിലുള്ള പെയിൻറ്റിങ്ങാണ് നമ്മൾ തൂക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ പെയിൻറ്റിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ കിട്ടുന്ന ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ അതൊരു കലയാണ്. ആ കല ലൈവ് ആർട്ടിൻ്റെതായിട്ടുള്ള ഒരു എനർജി എപ്പോഴും അതിനുണ്ടാകും. അത്തരത്തിലുള്ള ലൈവ് ഡ്രോയിങ്സ്, പ്രിൻസ് ഒഴിവാക്കിയിട്ട് ഇത്തരമുള്ള കാര്യങ്ങൾ, അതായത് റിയൽ പെയിൻറ്റിങ്ങുകൾ നമ്മൾ തൂക്കാം, വളരെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ എന്നുള്ളൊരു കാരണവശാലും തൂക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഒരു സീനറി തൂക്കാം, അല്ലെങ്കിൽ ഒരു ജലാശയത്തിൻ്റെ പടം നമുക്ക് തൂക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ചില കളർ കോമ്പിനേഷൻസ് ഒക്കെ വളരെ റഫായിട്ടുള്ള കളർ കോമ്പിനേഷൻസും കടും നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതൊന്നും വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക. കഴിയുന്നതും അത്തരം ആർട്ടൊക്കെ നമ്മൾ ആർട്ട് ഗാലറിയിൽ പോവുകയും വീട്ടിലേക്കൊന്നും കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മരിച്ചവരുടെ പടങ്ങൾ ചുവരിൽ തൂക്കാമോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ കഴിയുന്നതും ഈ പിതൃസ്ഥാനം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കന്നിമൂല ഭാഗമാണ് പിതൃസ്ഥാനം എന്ന് പറയുന്നത്. പിതൃക്കളുടെ സ്ഥാനം കന്നിമൂല ഭാഗമാണ്. കന്നിമൂല മുറിയിലാണ് ഇത്തരം നമ്മൾ മരിച്ച ആളുകളുടെ പടം, പ്രത്യേകിച്ച് ഗോൾഡൻ ഫ്രെയിമിൽ നമ്മൾ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വീട്ടിൽ കിട്ടും. ഇനി വീട്ടിൽ കയറുമ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള പടങ്ങൾ വയ്ക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ വച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. കാര്യം നമുക്കിപ്പോൾ ഒരു തോട്ട്, നമ്മളത് കാണുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനുഗ്രഹമായിട്ട്, ബ്ലെസ്സിങ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ നമ്മളതിനെ വേറൊരു ആംഗിളിൽ കാണാതിരിക്കുക. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പടങ്ങൾ വയ്ക്കുന്നതുകൊണ്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പടം വയ്ക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. പൂജാമുറി എന്ന് പറയുന്നത് ഒരു കണക്കൊപ്പിച്ച് കൃത്യമായി വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും. പലരും വാസ്തു പ്രകാരം അങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത് ഒരു ദേവാലയ കോൺസെപ്റ്റിൽ പോവേണ്ട ഒരു കാര്യമല്ല. വീട്ടിലെ പൂജാമുറി ഒരു പ്രാർത്ഥനാ മുറി, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ റൂം, അല്ലെങ്കിൽ നമുക്കൊരു ദൈവസ്മരണ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് എന്നതിനപ്പുറം വീട്ടിലെ പൂജാമുറിയെ വേറൊരു രീതിയിൽ നമ്മൾ കാണരുത്. കൃത്യമായി കണക്കൊപ്പിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ വീടിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ദേവാലയത്തിൻ്റെ ശക്തി കൂടുകയും മനുഷ്യാലയത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. അപ്പം കഴിയുന്നതും പൂജാമുറി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു എനർജൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചാർജിങ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും പൂജാമുറി കൊടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഈശാനം, ദേവതാസ്ഥാനം, നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ദർശനം കിട്ടുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ദൈവസ്മരണ ഉണ്ടാവുകയും ആ ഒരു തോട്ട് നമ്മളിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇനി വിളക്ക് വയ്ക്കുന്ന ദർശനം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കിഴക്കോട്ട് തിരിയിട്ടിട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് നിന്ന് പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിയിട്ടിട്ട് നമ്മൾ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുക. ഈ രണ്ട് രീതിയിൽ നമുക്ക് വിളക്കിൻ്റെ തിരി വയ്ക്കാവുന്നതാണ്. ഇപ്പം മിക്കവാറും 2 തിരികൾ ഇടാന്നാണ്. 2 വർഷം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് നമുക്ക് കത്തിക്കാം. പിന്നെ 5 തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ പഞ്ചഭൂതം, നമുക്ക് പല രീതിയിൽ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ വീട്ടിലെ നിലവിളക്ക് എപ്പോഴും ഒരു തിരി ആയാലും കൃത്യമായിട്ട് അത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ, കിഴക്കോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പൂജാമുറിയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കും. അപ്പോൾ പടിഞ്ഞാറോട്ടേക്ക് നമുക്ക് അതിൻ്റെ തിരി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇതിനൊന്നും ഒരു അമിതമായ പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. അതായത് ഇതൊരു താന്ത്രിക വിധിപ്രകാരമൊന്നും അല്ല വീട്ടിൽ പൂജാമുറിയും പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന എന്നില്ല. നമ്മളോടൊപ്പം ദൈവത്തിനെ, നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനെ സ്മരിക്കുക എന്നുള്ള ഒരു പോയിന്റിൽ മാത്രം ഒരു പൂജാമുറിയെ വീട്ടിൽ കണ്ടാൽ മതി. കിച്ചണിലെ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കിച്ചണിൽ ഒരു കാരണവശാലും
നമ്മൾ അഗ്നികോണിലെ കിച്ചണാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അഗ്നികോണിലെ കിച്ചൺ സൗത്ത് ഈസ്റ്റിലെ കിച്ചൺ ഒരു കാരണവശാലും അവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കരുത്. ഇപ്പോൾ കിച്ചണിൽ മോഡുലാർ യൂണിറ്റിൻ്റെ കൂടെ വാഷിംഗ് മെഷീനോട് വയ്ക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. കാര്യം മണി ഡ്രെയിനേജ്, വീട്ടിൽ നിന്ന് ഒരുപാട് പണം ഒഴുകിപ്പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാതിരിക്കും. ഇനി ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ അഗ്നികോണിലെ മുറിയുടെ അഗ്നികോൺ ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് എല്ലാം ആ രീതിയിൽ എക്യുപ്പ് ചെയ്യുക. ഓവനായാലും ഫ്രിഡ്ജായാലും എല്ലാം സൗത്ത് ഈസ്റ്റ് വരുന്ന ഭാഗത്ത്. കാര്യം അത് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആ എനർജി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ എപ്പോഴും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. വെള്ളം വരുന്ന സിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നോർത്ത് ഈസ്റ്റ്. പക്ഷേ ഇത് പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. നമ്മളൊരു സൗത്ത് ഈസ്റ്റിലെ മുറിക്കകത്ത് നമ്മൾ നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഡോറിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും പ്രാക്ടിക്കൽ അല്ലാതെ വരും. പക്ഷേ ഇതൊരു വളരെ നിർബന്ധപൂർവ്വം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് ഇങ്ങനെ വന്നാൽ അഭികാമ്യം എന്നതിന് അർത്ഥമുള്ള നിർബന്ധമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ നേരത്തെ പറഞ്ഞ വാഷിംഗ് മെഷീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കഴിയുന്നത് ഒരു കാരണവശാലും അത് ഒരുപാട് സ്ഥലത്ത് അത് ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഒരിക്കലും നമ്മുടെ കിച്ചണിലോ വർക്ക് ഏരിയയിലോ വയ്ക്കാതിരിക്കുക. പ്രത്യേക ഒരു പൊസിഷൻ ബാത്റൂമിനടുത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ലോണ്ടറി കോൺസെപ്റ്റ് ഒക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ മുകളിലത്തെ നിലയിൽ ഒരു ഭാഗത്ത് ലോണ്ടറി, അതായത് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ സ്ഥലം, അയണിങ് റൂം, പിന്നെ അതിന് സ്റ്റോർ ചെയ്യാൻ ഒരു അലമാര, ഇത്രയും ചേർന്നിട്ട് ലോണ്ടറി കോൺസെപ്റ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ മോഡേൺ ആർക്കിടെക്ചറിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന നല്ലൊരു കോൺസെപ്റ്റാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവലംബിച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനം നോക്കിയിട്ട് നമ്മൾ അത് കഴിയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. വാസ്തുപ്രകാരം പെയിൻറ്റിന് എന്ത് കളർ കൊടുക്കണം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. വാസ്തുവിൽ നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ വാസ്തുശാസ്ത്രത്തിൽ ഒരിക്കലും പെയിൻറ്റിന് പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷൻസ് ഒന്നും അധികം ഇല്ല. എപ്പോഴും ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കണമെന്ന്. കാര്യം പഴയ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ പഴയ നിർമ്മിതികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. എപ്പോഴും അത് വെള്ള കളർ പെയിൻറ്റ്, അങ്ങനെയുള്ള ലൈറ്റ് കളർ പെയിൻറ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ റൂൾ. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ മോഡേൺ വാസ്തു അല്ലെങ്കിൽ ഫുങ്ഷിയു ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. കാര്യം ഫയർ സോണിൽ റെഡ് കളർ ഇടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്ക് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് കളറും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് ഈ മൾട്ടിപ്പിൾ കളേഴ്സ് കൊടുത്തിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നമുക്ക് ഇപ്പോൾ ബെഡ്റൂമിലൊക്കെ നമ്മൾ പല കളർ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിനെ പല ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം കണ്ണെന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കുളിർമ ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ്, പ്രത്യേകിച്ച് നാച്ചുറൽ എലിമെൻറ്റ്സ് വരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂറൽ പെയിൻറ്റിങ്സ് പോലുള്ള കാര്യങ്ങൾ ഒരു ചുവരിൽ ഫുള്ളായിട്ട് കൊടുത്താലൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കളർ എപ്പോഴും നാച്ചുറൽ കളേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ലൈറ്റ് കളേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ലൈറ്റ് കളറാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില റെമഡിയൽ റെക്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചില ഏരിയയിൽ ഇപ്പോൾ സൗത്ത് ഈസ്റ്റിൽ എൻട്രി വരികയാണ് വീട്ടിൽ, നല്ലതല്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ സൗത്ത് ഈസ്റ്റിൽ റെഡ് പെയിൻറ്റ് കൊടുത്തിട്ട് നമ്മൾ അത് റെമഡി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ കളർ സജഷൻസ് വരാറുണ്ട്. പക്ഷേ അതൊരു റെമഡിയൽ വാസ്തുശാസ്ത്രം, അതൊരു വേറൊരു ശാഖയാണ്. ഇപ്പോൾ എവോൾവ് ചെയ്ത് വരുന്ന മനുഷ്യൻ നമ്മൾ ബേസിക്കലി ഈ പ്രോബ്ലം മാത്രം പറയുക അല്ലല്ലോ. എഞ്ചിനീയറിംഗും ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ പ്രോബ്ലം മാത്രം പറയില്ല, പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറയുക എന്നുള്ളതാണ്. അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത്തരം സൊല്യൂഷൻസിന് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് മാത്രം എടുത്ത് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, പക്ഷേ കഴിയുന്നതും മനസ്സിന് കുളിർമ തരുന്ന രീതിയിലുള്ള കളറുകൾ ഇടുക. ലൈറ്റുകൾ കോമ്പിനേഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴും ഇതുപോലുള്ള കാര്യം ഇപ്പോഴും ഒരുപാട് ട്രെൻഡാണ് ഈ ഫോൾ സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് വീടിനകത്തൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീടിൻ്റെ വെളിയിറങ്ങുമ്പോൾ ദിശാബോധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു മനുഷ്യാലയത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഒരു പബ്ലിക് മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു വീട്ടിൽ ചെയ്യേണ്ടത്. നമ്മൾ ചില കാര്യങ്ങൾ വീട്ടിൽ ഡിലേ വരുന്നു എന്ന് പറയും. ഡിലേ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു കല്യാണം താമസിക്കുന്നു, അല്ലെങ്കിൽ പഠനത്തിന് താമസിക്കുന്നു, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, താമസിക്കുന്നു, ഇതെല്ലാം ഡിലേ വരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ് ഡിലേ. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വീടിൻ്റെ ആൾട്രേഷൻ അല്ലെങ്കിൽ റിനോവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡിലേ എല്ലാം വന്നത്. ഇങ്ങനെ പറയാറുണ്ട് ചില. അപ്പോൾ ഈ വീടിൻ്റെ ആൾട്രേഷൻ അല്ലെങ്കിൽ വീടിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഡിലേ പോലുള്ള കാര്യങ്ങൾ വരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സ്റ്റൻഷനും ഇതുമായിട്ട് ബന്ധമുണ്ട്. എക്സ്റ്റൻഷൻ എപ്പോഴും നമ്മൾ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും മാത്രമേ വീട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യാവൂ. സൗത്തിലേക്കോ വെസ്റ്റിലോട്ടോ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെസ്റ്റിലേക്ക് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഡിലേ വന്നുകൊണ്ടിരിക്കും. സൗത്തിലേക്കും വെസ്റ്റിലേക്കും ഒരിക്കലും വീട് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. ഒരു മുറി ഇറക്കാൻ എളുപ്പമാണ്, കുറച്ച് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറി മുറി ഇറക്കുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇനി വേറൊരു കാര്യം, നമ്മുടെ വീടിരിക്കുന്ന പ്ലോട്ടിൻ്റെ അടുത്തൊരു പ്ലോട്ട് നമുക്ക് വില കുറഞ്ഞ് കിട്ടി, നമ്മളത് വാങ്ങി വീട്ടിനോട് കൂടി ഈ പ്ലോട്ടിൽ കൂടെ ചേർക്കുകയാണെന്ന് വെച്ചു. അത് നിങ്ങളൊരു
സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് കിട്ടിയ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് വാങ്ങിച്ച് ചേർക്കരുത്. പിന്നെ കിട്ടുന്നെങ്കിൽ എപ്പോഴും നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ ഭൂമി കിട്ടുകയാണെങ്കിൽ ഇതിനോട് നമുക്ക് ചേർക്കാം. ഇനി സൗത്തിലും വെസ്റ്റിലും ഒരാൾ നിർബന്ധപൂർവ്വം നിങ്ങളുടെ കുടുംബ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് എഴുതി തന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് പ്രത്യേകം മണ്ഡലമാക്കി ഇടുക. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തേക്ക് അതിനെ ചേർക്കാതിരിക്കുക. ശ്രദ്ധിക്കുക, സൗത്തിലേക്കും വെസ്റ്റിലേക്കും ഒരു കാരണവശാലും എക്സ്റ്റൻഷൻസോ അഡീഷൻസോ പാടില്ല. അത് വീടിന് മാത്രമല്ല പ്ലോട്ടിനും. നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നമുക്കുണ്ടാവില്ല. അത് പോസിറ്റീവായി മാറുകയുള്ളൂ. അതാണ് ഈ ഷേപ്പ്ലെസ് ആയിട്ടുള്ള വീടുകൾ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രം ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കഴിയുന്നത് വാസ്തു എപ്പോഴും പറയും സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഒരു വേറെ രീതിയിൽ നമ്മൾ വീട് ഒരു മോഡേൺ ആർക്കിടെക്ട് സ്റ്റൈലിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു വെച്ചു. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഈ എക്സ്റ്റൻഷൻസ് പോകുന്നത് നോർത്തിലോട്ട് ഈസ്റ്റിലോട്ടാണോ എന്ന് ശ്രദ്ധിക്കുക. സൗത്തിലേക്കും വെസ്റ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതി, അതായത് ഒരു ആരൂഢം എന്ന് പറയും. ഈ ആരൂഢത്തിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഞാൻ സെൻട്രലായിട്ടൊരു സ്ക്വയർ എപ്പോഴും ഉണ്ടാവും. ഏത് പ്ലാൻ എടുത്താലും ഒരു സെൻട്രൽ സ്ക്വയർ നമുക്ക് ഉണ്ടാവും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഏത് പ്ലാനിലും അതുണ്ട്. അപ്പോൾ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും എക്സ്റ്റൻഷൻ വരുന്ന രീതിയിൽ പ്ലാനിങ് ചെയ്യുക. ഇതിനോട് ചേർന്ന് നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസുകൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ സ്വന്തം പ്രാക്ടീസിന് വേണ്ടിയുള്ള ക്ലിനിക്ക്, അല്ലെങ്കിൽ മറ്റ് ഫീൽഡിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ആയാലും ശരി, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാലും ഇപ്പം ആർക്കിടെക്ട്, ഇവരെല്ലാം വീടിനോട് ചേർന്ന് ഓഫീസ് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ഓഫീസ് റൂം കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വീട്ടിൻ്റെ കഴിയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രീതിയിലാണ്, വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. നമ്മളുടെ വർക്കിംഗ് പൊസിഷൻ എപ്പോഴും നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഡെഫിനറ്റ് റിസൾട്ട്. നോർത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് തിരിഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വെൽത്ത് വരണമെങ്കിൽ നമ്മൾ നോർത്ത് തിരിഞ്ഞ് തന്നെ ഇരിക്കണം. ഇനി ധർമ്മിഷ്ഠനായി വളരെ എത്തിക്കലായിട്ടൊരു മനുഷ്യനായിട്ട് മാത്രം ഇരുന്നാൽ മതിയെങ്കിൽ ഈസ്റ്റ് നല്ലതാണ്. പക്ഷേ വെൽത്ത് വരണം എന്നുണ്ടെങ്കിൽ നോർത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫർണിച്ചർ ഇടുമ്പോഴെല്ലാം ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്തുള്ളിൽ ഫർണിച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഫർണിച്ചർ വെയിറ്റുകൾ എപ്പോഴും സൗത്ത് വെസ്റ്റ്. ഇനി വേറൊരു കാര്യം, ബുക്ക് ഷെൽഫ് സൗത്ത് വെസ്റ്റ് വയ്ക്കാൻ പാടുണ്ടോന്ന്. ഒരു കാരണവശാലും ബുക്ക് ഷെൽഫ് സൗത്ത് വെസ്റ്റ് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വേറൊന്നുമില്ല, സൗത്ത് വെസ്റ്റിൽ ബുക്ക് ഷെൽഫ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ബുക്കുകൾ ഒരു കാരണവശാലും വായിക്കാൻ എടുക്കില്ല. കാര്യം സൗത്ത് വെസ്റ്റ് എവറി ടൈം അത് വെയിറ്റ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിന് മാറാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയേണ്ടത്, ഈ കിടപ്പ് രോഗികൾ ഒരിക്കലും കന്നിമൂല മുറിയിൽ കിടക്കരുതെന്ന്. കാര്യം കിടപ്പ് രോഗികൾ കന്നിമൂല മുറി കിടന്നു കഴിഞ്ഞാൽ അവരവിടെ തന്നെ കിടന്നു പോകും, എഴിക്കാൻ പ്രയാസമായിരിക്കും. കിടപ്പ് രോഗികൾ എപ്പോഴും നോർത്ത് ഈസ്റ്റ് മുറിയിലേക്ക്, ഞാൻ പലയിടത്തും നിർദ്ദേശിച്ചിട്ടുണ്ട്, അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള റിസൾട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് മുറിയിലേക്ക് മാറുക. ഈ അസുഖം വരുന്ന ആളുകൾ കിടക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റ് മുറിയാണ്. കാര്യം അത് ബ്ലസ്ഡ് സോണാണ്. ഈശാന്യം ദേവതാസ്ഥാനം, ദൈവിക കൃപ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് വരാനുള്ള ഒരു ടെൻഡൻസി ഊർജ്ജമൊക്കെ കിട്ടും. സൗത്ത് വെസ്റ്റ് റൂമിൽ കഴിയുന്ന അസുഖം വരുമ്പോൾ കിടക്കാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ക്ലീനിങ്, വീടിപ്പോൾ വലിയ വീടുകൾ ആളുകൾ വയ്ക്കാറുണ്ട്. വലിയ വീടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വശത്ത് ഒരു ദിവസം നമ്മളെല്ലാ വീടിൻ്റെ എല്ലാ കോർണറിലേക്കും പോകണമെന്ന് തന്നെയില്ല. അത്രയും വലിയ വീടുകളാണ് ആളുകൾ ഇപ്പോൾ വയ്ക്കുന്നത്. വീടുകൾ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഇപ്പോൾ എല്ലാവരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. ഇപ്പോൾ ചെറുത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നതിനെ നിങ്ങൾ കഴിയുന്നത് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വലിയ വീട് വയ്ക്കരുത്, അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ നിങ്ങൾ ചെറുതോ വലുതോ നിങ്ങളൊരു കൊട്ടാരം വെച്ചാലും ശരി, വീട് ക്ലീൻ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈശാനം നോർത്ത് ഈസ്റ്റ് ഭാഗം ഒരു കാരണവശാലും വൃത്തികേടോ ക്ലട്ടേഡായിട്ടോ വേസ്റ്റുകൾ കൊണ്ടുവയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെരുപ്പിൻ്റെ ഷൂ റാക്ക് വരെ കൊണ്ടുവയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂ റാക്കെല്ലാം വീട്ടിന് പുറത്ത് എവിടെയെങ്കിലും നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മൾ അതിനൊരു സ്ഥലം കണ്ടെത്തി വയ്ക്കുക. ഒരിക്കലും വീട്ടിനുള്ളിൽ ചെരുപ്പ് കൊണ്ടിടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യും. ഈ സിറ്റി ലൈഫിൽ ഇതൊക്കെ ഈ പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊന്നും ഇത് പോസിബിൾ അല്ല, വെളിയിൽ എവിടെ കൊണ്ടിടും പക്ഷെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഇത് നോർത്ത് ഈസ്റ്റിലാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നോർത്ത് ഈസ്റ്റ്. ഇപ്പം കന്നിമൂല എല്ലാവരും നോക്കും, പക്ഷെ കന്നിമൂലയെക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശാനം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും വേസ്റ്റുകൾ ഉണ്ടാകരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല. നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഇപ്പോൾ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നെഗറ്റിവിറ്റി മാക്സിമം എലിമിനേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. നെഗറ്റിവിറ്റി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഇപ്പം നമുക്ക് വീട്ടിനകത്ത് മന്ത്രങ്ങൾ ഉച്ചരിക്കുക, ഒരുപാട് ചിരിക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഉപ്പുകൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഉപ്പ് പല സ്ഥലത്തും പിന്നെ വിതറി ഇട്ടിട്ട് അത് തൂത്ത് കളയുക എന്നുള്ളൊരു സംവിധാനം. ഒരു 6 മണിക്കൂർ ഇട്ടയ്ക്കുക, എന്നിട്ട് വീടിന് തൂത്ത് കളയുക. അല്ലെങ്കിൽ നമ്മൾ ഈ തറ തുടയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തറ തുടയ്ക്കുക.
ഇത്തരം കാര്യങ്ങൾ ഈ ഉപ്പ് വളരെ രീതിയിൽ നെഗറ്റിവിറ്റിയെ എലിമിനേറ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ നമ്മൾ വാസ്തുദീപം കത്തിക്കുക എന്ന് പറയും. ഈ പറഞ്ഞ ഒരു ഇടിഞ്ഞിൽ വിളക്ക്, അത് ഇടിഞ്ഞിൽ വിളക്ക് ഒരെണ്ണം ഇടയ്ക്ക് വീട്ടിൽ കത്തിക്കുന്നത് ഇപ്പോഴെങ്കിലും കത്തിച്ച് വെളിയിൽ നടയിലോ തിണ്ണയിലോ വല്ലതും വയ്ക്കുന്നത് നല്ലതാണ്. വാസ്തുദീപം കത്തിക്കുക, കർപ്പൂരം ഉപയോഗിച്ച് നമ്മൾ നെഗറ്റിവിറ്റിയെ കർപ്പൂരം കൊണ്ട് ഒഴിഞ്ഞ് ഇടുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളുടെ ഒരു അമ്പലത്തിന് കാണുന്ന അതേ എഫക്റ്റോട് കൂടി വേണം നിങ്ങളൊരു വീടിനെ കാണാൻ. കാര്യം വീടെന്ന് പറയുന്നത് നമുക്കൊരു ബ്ലെസ്സിങ്ങാണ്. വീട് നമുക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആ ഭൂമിയിൽ ഈ സ്പേസിൽ ജീവിക്കാൻ ഒരു ദൈവഹിതം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ വീട്ടിനെ കാണേണ്ടത് ഒരു ദൈവത്തിനെ പോലെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും വീടിനെ പ്രാഗിക്കൊണ്ടെത്താം. ഇതെന്ത് വീട്, ഇതെന്തൊരു കഷ്ടം, ഇത് വാസ്തു ഇപ്പോഴത്തെ പ്രശ്നമാണ്, ഇവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങി ഓടിയാൽ മതി, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരിക്കലും ഒരു വീട്ടിൽ താമസിക്കരുത്. ഞാൻ എപ്പോഴും പറയും, വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൻ്റെ പടി തൊട്ട് തൊഴുത് കയറണമെന്ന് പറയാറുണ്ട്. കാര്യം വീട്ടിനെ അത്രത്തോളം സന്തോഷത്തോടുകൂടി നമ്മൾ ഭക്തിയോടുകൂടി വീട്ടിനെ കാണാമെങ്കിൽ വാസ്തു എല്ലാം അവിടെ തനിയെ വരും. നമ്മൾ വാസ്തു കാരണം വീടിനെ നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇടിച്ച് പൊളിക്കുക, അല്ലെങ്കിൽ അവിടെ ഇപ്പം ഡെയിലി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ എനിക്കറിയാം, ഒരിക്കലും തൃപ്തിയാവില്ല. ഒരു വാസ്തു കൺസൾട്ടൻ്റ് വരും, കുറച്ച് കാര്യങ്ങൾ പറയും, അതെല്ലാം ചെയ്യും. എന്നിട്ട് അയ്യോ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ, ഇനി പുതിയൊരാളിനെ വിളിക്കാം, ഇനി കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയും. അപ്പോൾ ഇതും ഇനിയും എന്നിട്ടില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൺസൾട്ടൻറ്റിൽ നിന്ന് കൺസൾട്ടൻറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാം എന്നല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കണ്ടൻമെൻറ്റ് ഉണ്ടാവില്ല. അപ്പം വാസ്തു നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക, അത് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വീട്ടിനെ വളരെ വളരെ പരിപാവനമായിട്ട് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക. ഇതാണ് നമുക്ക് വാസ്തുവിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. വാസ്തു മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു ശാസ്ത്രം, ഒരിക്കലും ബാക്കിലോട്ട് മനുഷ്യനെ വലിക്കുന്ന ഒരു ശാസ്ത്രമല്ല. അതിന് ആധികാരികമായിട്ടുള്ള വാസ്തു ഗ്രന്ഥങ്ങൾ പഠിക്കുക. മനുഷ്യയിലെ ചന്ദ്രിക, മയമതം, സംഭരാംഗണ സൂത്രധാര, രാജവല്ലഭം തുടങ്ങിയ ആധികാരിക ഗ്രന്ഥങ്ങളിലേക്ക് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ആർക്കിടെക്ചറാണ് വാസ്തു എന്ന് പറയുന്നത്. അല്ലാതെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ചില പരാമർശങ്ങൾ ചില പ്രത്യേക ടെക്സ്റ്റ് ബുക്ക്, വിശ്വകർമ്മ പ്രകാശ് പോലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ഈ നിർബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിർബന്ധങ്ങളാണ്. അല്ലാതെ ഇതിനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിങ്ങളത് കാണാതിരിക്കുക, വാസ്തു നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വാസ്തു മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു കോഴ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മോഡേൺ ആർക്കിടെക്ചറും വാസ്തുവും കൂടെ ചേർന്നിട്ടാണ് ആ കോഴ്സ് ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 ബാച്ച് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം അത് പഠിപ്പിക്കുന്നതിന് ബേസിക് കാര്യങ്ങളാണ്. അതിന് നമുക്ക് എങ്ങനെ നമ്മുടെ മോഡേൺ ആർക്കിടെക്ചറിലേക്ക് വാസ്തു പ്രിൻസിപ്പിളിനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഈ എല്ലാം വാസ്തു എന്ന് പറഞ്ഞിട്ടൊരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.